ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തൊട്ടുരിയാടാതെ വേണം രോഗിയുടെ കയ്യിൽ ഈ ചരട് കെട്ടിക്കൊടുക്കാൻ. ആശുപത്രിയിലേക്ക് ഇയാള് കുട്ടിയെ കൊണ്ടുപോകും. കുട്ടിക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. രോഗി കിടക്കുന്ന മുറിയും കാണിച്ചു കൊടുക്കണം. മനസ്സിലായോ? ലക്ഷണങ്ങളിൽ കണ്ടത് രക്ഷകയാകേണ്ടത് കുട്ടി തന്നെയാണെന്നാ. നല്ല മനസ്സോടെ പോയി വരൂ. പറഞ്ഞതൊക്കെ ഞാൻ ചെയ്യാൻ തിരുമേനി. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. ആയിക്കോട്ടെ, വാങ്ങിക്കൊള്ളു. മാഡം, ഗാഥ മാഡം, മാഡം നല്ല ആളാ. ഇത്ര ദിവസം എവിടെയായിരുന്നു? നവീൻ സാറിനെ കണ്ടായിരുന്നു? നവീൻ സാറിനോട് എന്ത് ദ്രോഹ മാഡത്തിന് അമ്മ കാണിച്ചെന്ന് അറിയാവോ? എങ്കിലും മാഡം വന്നല്ലോ. അല്ല, എന്താ മാഡം ഈ വേഷത്തില്? മാഡം, ശോ, ആ കുട്ടി ഇതുവരെ എത്തിയില്ലേ തിരുമേനി? കുട്ടി കൃത്യസമയത്ത് എത്തിയല്ലോ. പൂജിച്ച ചരടുമായിട്ട് ആശുപത്രിയിൽ പോവുകയും ചെയ്തു. ആ കുട്ടി വരുമ്പോ ഇവിടെ ഉണ്ടാവണമെന്ന് കരുതിയതാ. വഴിയിൽ ഒരു യാത്രാ തടസ്സം. പരീക്ഷണങ്ങളുടെ അവസാന ഘട്ടമാണ്. എല്ലാത്തരം തടസ്സങ്ങളും പ്രതീക്ഷിക്കാം. തിരുമേനി, ഇനി ഞങ്ങളിവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? വേണമെന്നില്ല. നമുക്കിനിയും കർമ്മങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. നവീന് വേണ്ടി ഇത്രയും വലിയൊരു കാര്യം ചെയ്യുന്ന കുട്ടിയെ തക്കതായ പ്രതിഫലം നൽകി യാത്രയാക്കണമെന്നുണ്ട്. അതുകൊണ്ടാണ്. പോയിട്ട് വരൂ. സന്ധ്യയ്ക്ക് ശേഷമേ ഈ പൂജ അവസാനിക്കൂ. എല്ലാം നന്നായി ചെയ്തതിനു ശേഷം തിരിച്ചു വരിക. ഞാൻ ക്യാൻറ്റീനിൽ പോയി ചായ വാങ്ങിട്ട് വരാം. നമ്മൾ ഈ ചെല്ലുന്ന സ്ഥലത്ത് ഗാഥാമേടെ ഉണ്ടാവുന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. അവക്ക് വല്ലാത്ത മാറ്റമുണ്ട് സിനി. നവീനെ പരിചയപ്പെട്ട മുതല് അവൾ എന്നിൽ നിന്ന് അകന്നു തുടങ്ങിയിരിക്കുന്നു. അങ്ങനൊന്നും ഉണ്ടാവില്ല മാം. ഗാഥാമേടത്തിന് മാമിനോടുള്ള സ്നേഹം എനിക്കറിയാവുന്നതല്ലേ? അതല്ല, ഇപ്പോ പലപ്പോഴും അവളുടെ പെരുമാറ്റം എനിക്ക് മനസ്സിലാവുന്നില്ല. മുമ്പൊക്കെ അവളൊരു കാര്യം തീരുമാനിക്കുമ്പോ എന്റെ അഭിപ്രായം കൂടെ കേൾക്കുമായിരുന്നു. ഇപ്പൊ നോക്ക്, എത്ര മണിക്കൂറുകളായി, എത്ര ദിവസമായി. എന്നിട്ട് എവിടുന്നോ ഒന്ന് ഫോൺ ചെയ്തിട്ട് ജസ്റ്റ് 1-2 വാക്ക്.